ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. കുറച്ച് നേരമായിട്ട് അനുമോള് വളരെയധികം മാനസികമായിട്ട് തളർന്ന് ഇമോഷണലി ഡൗൺ ആയിട്ട് ഒരു സൈഡിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ അനുമോളോട് ചോദിച്ചു എന്താണ് പേരൻസിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ എന്താണ് പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അനുമോള് പറഞ്ഞു, ഞാൻ എന്ത് കാര്യത്തിനും ഇമോഷണലി ഡൗൺ ആയിട്ട് കരയുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കരച്ചിൽ കണ്ടിട്ടൊന്നും നിങ്ങൾ വിഷമിക്കരുത്. പേരൻസിനോടാണ് പറയുന്നത്, അച്ഛനോടും അമ്മയോടും ആണ് പറയുന്നത്, പിന്നെ ചേച്ചിയോടും. എൻ്റെ ഈ വിഷമവും കാര്യങ്ങളും ഒന്നും കണ്ടിട്ട് നിങ്ങൾ ഡൗൺ ആവരുത്, കരയരുതെന്നൊക്കെ അവരോടായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്നും അങ്ങനെയൊക്കെ അനുമോള് പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ അനുമോളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. കണ്ടപ്പോൾ അറിയാതെ ഒരു സഹതാപമൊക്കെ നമുക്കും തോന്നും. കാരണം ഇതെല്ലാ സീസണിലും ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ്. ഇങ്ങനെ മത്സരാർത്ഥികൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് വിളിപ്പിക്കാറുണ്ട്. പക്ഷെ അനുമോൾ ഇന്നത്തെ ദിവസം നേരിട്ട ഒരു രീതിയിലുള്ള ഒരു ടാർഗറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊവോക്കേഷൻ, ട്രിഗറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീ മത്സരാർത്ഥി ഇതിനു മുമ്പ് ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അത്രയധികം ടാർഗറ്റിംഗ് ആണ് അനുമോൾ നേരിട്ടത് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട്. പിന്നെ അനുമോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ണീരിങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. അതേപോലെ തന്നെ മെന്റലി വളരെയധികം ഡൗൺ ആണെന്ന് തോന്നുന്നു. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഗെയിമിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ ഡൗൺ ആവുന്നത്. ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഇതാണ്. ഇമോഷണലി ചിലപ്പോൾ തളരും, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ വഴക്കുണ്ടാക്കും. എക്സ്ട്രീം ഇമോഷൻസ് ആണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക്. അത് പ്രേക്ഷകർ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും അതാണ് മത്സരാർത്ഥികൾ അവിടെ കൊടുക്കുന്നതും. അപ്പൊ ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് അടുക്കാനുള്ള ഓരോ ഫാക്ടേഴ്സ് ആണ്. ഇമോഷൻസ്, എല്ലാ രീതിയിലുള്ള ഇമോഷൻസും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത്.